ഒരുക്കം വരുന്നടാ. നമ്മളിങ്ങനെ പണിയെടുപ്പിച്ചിട്ട് ഇവിടുത്തെ സാറുമാരൊക്കെ സുഖമായി കിടന്ന് ഉറങ്ങാ. അനാഥരായ നമ്മളതിനെ പിന്നെ അവരെന്ത് ചെയ്യാനാടാ? അച്ഛനമ്മ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലേ? നമ്മളൊക്കെ ആര് രക്ഷിക്കാനടാ? നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. നമുക്കൊക്കെ ഇങ്ങനെ കിടന്ന് അനുഭവിക്കാനാ യോഗം. ദേ കേട്ടില്ലേ അവിടുന്ന് ശബ്ദം? വാട്ടനിപ്പൊ പുതിയ ഇരേനെ കിട്ടിയിട്ടുണ്ട്. പാവം. ഞങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് ജീവിച്ച നിനക്കൊക്കെ എന്താണ് കുഴപ്പം? തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ അനാഥരായി കിടക്കുന്ന പിള്ളേർക്ക് തീറ്റിപ്പോറ്റുന്നത് ഞങ്ങള്. അപ്പൊ ഞങ്ങള് പറഞ്ഞ അനുസരിക്കാൻ നിനക്കൊന്നും വയ്യല്ലേ? അതിനുള്ള ശിക്ഷയൊക്കെ നീ അനുഭവിക്കണ്ടടാ. കുറച്ചു നേരം ഇങ്ങനെ തന്നെ നിക്ക്. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലാത്തോണ്ടല്ലേ നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതൊന്നും അത്ര ശരിയല്ല. എന്റെ നേരെ എതിർത്ത് സംസാരിക്കാറായോ നീ? പിടിച്ചോണ്ട് വാടോ അവനെ. വീട് എന്നെ വീട്, എനിക്ക് പോണം. എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ ഇവിടുന്ന് പോക്കോളാം. എന്നെ വീട്, ഇതൊന്നും ചെയ്യല്ലേ. എന്താണെല്ലാം നോക്കി നിൽക്കുന്നത്? കണ്ടില്ലേ ഇവന്റെ അനുഭവം? ഇനി ഞങ്ങൾ എതിർക്കാൻ നിന്നാ ഇതായിരിക്കും. ഒറ്റടത്ത് നിന്ന് ഇവിടെ കണ്ടു പുറത്ത് ഓ. ചെറുക്കൻ ഓടിപ്പോകുന്നടാ. പോയി പിടിക്കുക അവനെ. അവനങ്ങനെ രക്ഷപ്പെട്ടു പോയാ നമുക്ക് എല്ലാവർക്കും പണി കിട്ടും. ചാടല്ലേ, ഈ ചെറുക്കനെ കണ്ടു പോയി. അമ്മ തിരക്കിലാണോ? ഡിന്നർ റെഡിയാക്കുക. എന്ത് വേണം? അമ്മ അത് ഇതെന്ന് പറഞ്ഞ് ടൈം കളയാതെ കാര്യം എന്താ പറയ ചെറുക്ക? അമ്മ ഞാൻ പുറത്തേക്ക് പോക്കട്ടെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക്. ഈ രാത്രിയോ? അതൊന്നും ശരിയാവില്ല. അമ്മ രാത്രി ആയാലെന്താ? ഞാൻ വേഗം വരാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ എന്താ? നിനക്കിപ്പോ 18 വയസ്സ് പോലും ആയിട്ടില്ല. പണ്ടൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ പോലും 6 മണി കഴിഞ്ഞാ പെൺപിള്ളേരായാലും ചെറുക്കന്മാരായാലും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല. നീ നിന്റെ അനിയനെ കണ്ടുപിടിച്ചേ. അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? അവന് പോവാൻ ആഗ്രഹമില്ലാണ്ടല്ലോ അമ്മ വിടാത്തോണ്ടല്ലേ. അമ്മ എന്റെ ഫ്രണ്ട്സ് അവിടെ കാത്തു നിൽക്കും. അവരെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പരിശീലിക്കുക. അതിനു വേണ്ടി കുറച്ച് നോട്ട്സ് എഴുതി എനിക്ക് തരാൻ വേണ്ടിട്ടാ എന്നോട് വിളിച്ചത്. അമ്മക്ക് വേണ്ടെന്നാണ് ഞാൻ പോണില്ല. അയ്യോ, എൻട്രൻസ് എക്സാമിന് വേണ്ടിയായിരുന്നോ? അമ്മ തെറ്റിദ്ധരിച്ച കുട്ടീനെ. കുട്ടി പൊക്കോളൂ. കുട്ടി പോയിട്ട് വേഗം വരണട്ടോ. അച്ഛൻ വരുന്നതിന് തന്നെ വരണം. പിന്നെ ഇരുട്ടാണ് പുറത്ത്, സൂക്ഷിച്ചൊക്കെ പോണേ. പഠിപ്പിന്റെ കാര്യം പറഞ്ഞ ഏതമ്മമാരും വീഴും. ബാമ്മ. നേരം വൈകില്ലോ വീട്ടിലെത്തി അമ്മയുടെ വക ചീത്ത കേക്കാം. ഇതാരാടെ ഇരിക്കുന്നേ? ഹലോ, ഹലോ, എന്താ പറ്റി? ഉറക്കാണോ? അയ്യോ, തന്റെ മീത്ത മുറിവൊക്കെ ഉണ്ടല്ലോ. താൻ ഏതാ? എന്തു പറ്റിയടോ? പറയേ. അവരെന്നെ കണ്ട് പിടിച്ചോണ്ട് പോ. എന്നെ കൊണ്ടായിട്ട് വീണ്ടും ഉപദ്രവിക്കും. എന്നെ രക്ഷിക്കും. ആരാ തന്നെ ഉപദ്രവിക്കുന്നേ? ആരായാലും നമുക്ക് അവരെ വെറുതെ വിടണ്ട. തന്റെ പേരെന്താ? എനിക്കെന്റെ പേരറിഞ്ഞൂടാ. സാരമില്ല. തന്റെ ഈ മുറിവിനൊക്കെ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാ എന്റെ അമ്മ മരുന്ന് വെച്ചുതരും. തന്നെ ആരും ഉപദ്രവിക്കത്തില്ല. ഞാൻ കൂടെയില്ലേ. താൻ എന്റെ വീട്ടിലേക്ക് പോരെ. തന്നെ ആരാ എന്താ ചെയ്യുന്ന വെച്ചാ നമുക്ക് എന്റെ അച്ഛനോട് പറയാം. താൻ പേടിക്കണ്ട. എന്താ താനിങ്ങനെ നോക്കുന്നേ? പോരൂ. കൈ പിടിക്കണോ? പേടിക്കണ്ട, ഞാൻ തന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. എൻട്രൻസിന്റെ ബുക്ക് മേടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങി പോയി ചെക്കനാ. സമയം എത്രയെന്ന് അറിയോ? മണി 11 പോണ. ചെക്കൻ ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല. നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? എന്തേ മിണ്ടാതെ കുത്തിരിക്കുന്നേ? നീ പറഞ്ഞ കേൾക്കാതിരിക്കാൻ എന്റെ ചുവട്ട് ഞാൻ പഞ്ഞൊന്നും വെച്ചിട്ടില്ല. ഞാൻ മാത്രല്ല, ഈ ലോകത്തുള്ളവരും മുഴുവൻ കേൾക്കും ഇങ്ങനെ കിടന്ന് കാറി കഴിഞ്ഞാ. ഓ, തമ്പുരാൻ എഴുന്നള്ളൂ. 10 മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ. എടാ, ഇത് ഏതാടാ ഈ ചെറുക്കൻ? അയ്യോ, മേത്തൊക്കെ ചോരയുണ്ടല്ലോ. എടാ, നീ അങ്ങനെ തള്ളിയതാണോ? അയ്യോ, ഞാനോ? ഞാൻ തല്ലിയിട്ടില്ല. ഡാഡി, 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 ഞാനാ. എന്താ ഞാൻ ഈ കേക്കണേ?
17 വയസ്സ് അവന് 2 മാസം കൂടി ഉള്ളു. അതിനുള്ളിൽ നീ ഒരു തന്തയായോ? അത് ഇത്ര വലിയ ചെറുക്കണ്ടേ? എങ്ങനെയാടാ? ഒന്ന് പോമ്മ, ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഇത്രയും വലുത്? അവൻ എന്നെ മകനായിട്ട് തന്നെ ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ സാധനം. പാവം ചളുങ്ങി പിളിങ്ങി അതിന്റെ ഫേസ് ഒക്കെ നോക്ക്. അതിനെന്നാ ചളക്കും പിളക്കൊക്കെ ഒന്ന് ശരിയാക്കി വൃത്തിയാക്കി കൊണ്ടുപോവാ. അപ്പേക്ക് ഞാൻ കഥയെല്ലാം പറഞ്ഞു തരാം. പ്ലീസ് അമ്മ, പ്ലീസ്. പാവല്ലേ അമ്മ. എന്തായാലും നീ തല്ലിയതല്ലോ, നിന്റെ മകനായാലും ഞാൻ സ്വീകരിച്ചോളാടാ. മോനെ വാ മോനെ, നമുക്ക് ഈ മുറിവനൊക്കെ മരുന്ന് വെച്ചിട്ട് അമ്മ മോന് ഭക്ഷണം ഒന്ന് തരാം. വരൂ. എന്റെ മോൻ എന്തായാലും നല്ല ബുദ്ധി തോന്നിയല്ലോ. പാവം കുട്ടി 10-12 വയസ്സിനുള്ളിൽ എന്തൊക്കെ അനുഭവിച്ചു. അവന്മാരൊന്നും വെറുതെ വിടരുത്. ബാക്കിയുള്ള കുട്ടികളെയും കൂടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിന്റെ അങ്കിള് രാജേഷിനെ വിളിച്ച് ഞാൻ വിവരം പറയുന്നുണ്ട്. ബാക്കി അവൻ നോക്കിക്കോളും. പാവം കുട്ടി, ഒരുപാട് മുറിവുകളുണ്ട് അതിന്റെ ദേഹത്ത്. എന്തൊരു കഷ്ടാണ്. ഈ അനാഥാലയത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ച് ദ്രോഹിക്കുന്നവർക്ക് നല്ല ശിക്ഷ കിട്ടണം. രാജേഷ് എന്നെ ശരിയാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുവർക്ക് ഈ കൊച്ചിനെ എന്ത് ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഡാഡാ, അവൻ നമ്മുടെ ഒപ്പം നിന്നോട്ടെ. എനിക്കൊരു അനിയനാവുമല്ലോ. പാവല്ലേ ഡാഡാ, ആരും ഇല്ലാത്തല്ലേ. ഒരു അനിയനും കൂടിയോ? ഉള്ളൊരു നിന്റെ ഒരു അനിയനെ കൂടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിന്നെ. ഇനി കുട്ടി ഉറങ്ങിപ്പോയോടാ. എന്ത് ക്യൂട്ടാണല്ലേ. കുറച്ചു ദിവസം നിർത്താലേ ഏട്ടാ. അമ്മയും മോനും കണക്കന്നെയാണല്ലോ. ഞാൻ രാജേഷിന്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. നമുക്ക് 2 മക്കളുള്ളതല്ലേ, ലോ അനുവദിക്കുമെന്ന് അറിയില്ലല്ലോ. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. താങ്ക് യു ഡാഡാ. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ചേട്ടാ. എന്റെ 2ാമത്തെ പുത്രൻ ഇനി നാളെ വരുമ്പോ എന്തൊക്കെ കൂലാമലകൾ ഇവിടെ നടക്കുന്ന ആലോചിക്കുമ്പോഴായിരിക്കും. അവൻ എന്നെ വേണ്ടെടുത്ത് നിങ്ങൾക്ക് എന്നെ വേണ്ടെന്നിട്ടാണ് വേറെ കൊച്ചിനെ ദത്തെടുത്തത്. അമ്മയുടെ പൊന്നു ബാലഗോപാലനല്ലേ, എന്തിനാ അങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? നീ ശ്വാസം വിട്ട് സംസാരിക്കേ. ഇവിടെ ആരെയും ദത്തെടുത്തിട്ടൊന്നുമില്ല. ആർക്കും എന്നെ വേണ്ട, എല്ലാവർക്കും ഭദ്രേനും മതി. ശിവളിയ, കാര്യം കേട്ടപ്പോൾ ഈ ചെക്കൻ കരച്ചിലും ദേഷ്യമൊക്കെ കാണിച്ചു തുടങ്ങിയതാ. ഇനിയെങ്കിലും കാര്യം പറ. ആരേനെ ഭദ്രിമോൻ കൊണ്ടുവന്നത്? എന്താ ശരിക്കും പ്രശ്നം? അളിയ, ഭദ്രി കൊണ്ടുവന്നത് ഒരു 12 വയസ്സായ ഒരു കുട്ടീനെയാ. ഡാഡി, ഡാഡി നന്നായി, എനിക്ക് സന്തോഷായി. എന്നെ വീണ്ടും തീരുമാനിച്ചല്ലേ. ഡാഡി എന്ന് വിളിക്കുന്നു. മിണ്ടാരിയടാ, ആ ചെറുക്ക ആരെ വിളിക്കുന്ന നോക്ക്. എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഡാഡി, ഇത് ആരാ? 12 വയസ്സായാലും ആള് നല്ല ക്യൂട്ടാണല്ലോ അളിയ. ഇതൊക്കെ നമ്മുടെ ഫാമില. ഇതെന്റെ അച്ഛന്റെ പെങ്ങളാണ് അഖിലമ്മായി. ഇത് അമ്മായിയുടെ ഹസ്ബൻഡ്, എന്റെ അമ്മാവ്. പേര് ഹരിവർദ്ധൻ. പിന്നെ ഇതെന്റെ ഒരേ ഒരു ട്വിൻ ബ്രദർ, വേസ്റ്റ് ഫെലോ അനിയൻ, പേര് ബാലഗോപാലൻ. ഡാഡിയുടെ ഫാമിലി എന്റെയും ഫാമിലിയാണോ? ഇതൊക്കെ ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിയാൻ മാത്രം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ പിന്നെ എല്ലാം പറഞ്ഞുതരാം. ഈ കുട്ടിക്ക് എന്തെങ്കിലും പേരിടണ്ടേ? നമ്മൾ എന്ത് പറഞ്ഞ കുട്ടീനെ വിളിക്കുന്നത്? എന്താ കുട്ടിയുടെ ഡാഡിയുടെ അഭിപ്രായം? അമ്മ കളിയാക്കാതെ. ചിരിക്കാത്ര പൊട്ട, അത്ര വലിയ തമാശയൊന്നുമില്ല. അമ്മ എന്റെ മനസ്സിലൊരു പേരുണ്ട്, താരുഷ്. നല്ല പേരല്ലേ? നിനക്ക് ഇഷ്ടായോ? താരുഷ്, താരുഷ്, താരു. നല്ല പേര് ഡാഡാ. നീ എന്തിനാ എന്നെ ഡാഡാന്ന് വിളിക്കുന്നേ? അയ്യോ, നിന്നോട് ആരാ എന്നെ ഡാഡാന്ന് വിളിക്കാൻ പറ്റും? നമ്മൾ തമ്മിൽ അധികം ഏജ് ഡിഫറൻസ് ഇല്ല. അനാഥാലയത്തിൽ മീറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനാ എന്നോട് പറഞ്ഞത് നമ്മളെ എന്ത് ആപത്തുനിന്നും നമ്മുടെ മാതാപിതാക്കളെ രക്ഷിക്കുകയാണെന്ന്. അവനെ രക്ഷിച്ചവന് അവന്റെ മാതാപിതാക്കളായിരുന്നു. പക്ഷെ ഒരു ആക്സിഡന്റിൽ അവർ മരിച്ചുപോയി. പിന്നെ അവൻ ആരും രക്ഷിക്കാൻ വന്നിട്ടില്ല. എന്നെ രക്ഷിച്ചതിപ്പോ എന്റെ ഡാഡയല്ലേ. ലോജിക്ക് കറക്റ്റാ. അപ്പൊ നീ അവന്റെ ഡാഡ തന്നെയാണ്. ലോജിക്കോ? എന്ത് ലോജിക്ക്? അച്ഛാ, നിന്റെ കൂട്ടുകാരനെ ഞാൻ കാണുന്നുണ്ട്. 17 പോലും കഴിയാത്ത ഞാൻ നിനക്ക് ഡാഡാ. എടുത്തി, നമ്മുടെ വീട്ടിലൊരു പുതിയൊരാളെ കൂടി വന്നാലേ നമുക്കിതങ്ങ് ആഘോഷിച്ചാലോ? പിള്ളേരെ പാടാ. അളിയ, അഡോപ്ഷന്റെ കാര്യം എന്തായി? ചെറിയ കുട്ടിയെന്നല്ലല്ലോ ഹരി, 12 വയസ്സായില്ലേ. വീടും വീട്ടുകാരൊക്കെ ആയിട്ട് ഒരു അടുപ്പം വന്നല്ലാതെ എങ്ങനെയാ?
എന്തായാലും അത് കഴിഞ്ഞിട്ട് അഡോപ്ഷനെ കുറിച്ച് ചിന്തിക്കാന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. അളിയ ശിവ, ഓൾറെഡി നിങ്ങൾക്ക് 2 മക്കളുള്ളതല്ലേ? ദേ, ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല, ആ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന്. എടാ, ഞങ്ങൾ പൊന്നുകൊണ്ട് നോക്കിക്കോളടാ. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ അവനെ അഡോപ്റ്റ് ചെയ്തോട്ടെ. അതിന്റെ ആവശ്യമില്ല അമ്മാവാ, ഞാനുണ്ട് അവന്റെ ഡാഡിയായിട്ട്, പിന്നെ അവന്റെ ഏട്ടനായിട്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അവൻ വളർന്നോളും. അവനെ ഞാൻ ആർക്കും വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും വിചാരിക്കില്ല ഹരി, അവൻ ചെറുതല്ലേ. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചു നോക്കാം, അവൻ സമ്മതിക്കും. ുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും മാസം കഴിയും തോറും താരുഷ്യമായിട്ടുള്ള ആ കുടുംബത്തിന്റെ അടുപ്പം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. പക്ഷേ ബദ്രി, അവന്റെ മനസ്സിൽ ബാലു, എന്താ ചെയ്യുന്നത്? അവൻ ചെറുതല്ലേ, അവന്റെ മേത്ത് കയറിയിട്ടാണ് കളിക്കുന്നത്. നീ മാറി നിന്നേ. തരൂ, വാ എന്റെ കൂടെ. അവനായിട്ട് കൂട്ടുകൂടണ്ട കേട്ടോ. ബദ്രി മോനി, ഒന്ന് നിൽക്കടാ. എന്താടാ നീ പറ. തരു അവിടെ റൂമിൽ ഒറ്റയ്ക്കാം. താരും ഇപ്പൊ ചെറിയ കുട്ടിയൊന്നല്ല, അവൻ വലിയ കുട്ടിയാ. നീ ഇതിന്റെ ചെറിയ കുട്ടികളെ അവനെ ട്രീറ്റ് ചെയ്യുന്നേ? ഡാ, നിന്റെ +2 കഴിഞ്ഞു. ഇനി നിനക്ക് അബ്രോഡിക്ക് പോകാനുള്ള വഴി നോക്കണ്ടേ? അതുപോലെ തന്നെ തരുണിന്റെ അഡോപ്ഷന്റെ കാര്യം നമുക്ക്. അബ്രോഡിൽ പോയി പഠിക്കാനോ? ഞാനോ? പറ്റില്ല. തരുവിനെ വിട്ട് മാറി നിൽക്കാൻ എന്നും കൂടെ പറ്റില്ല. തരുവിനെ വേറെ ആർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂടെ തന്നെ അവൻ നിൽക്കുള്ളൂ. ഞാൻ അവനെ വിട്ട് എവിടേക്കും പോകൂല. അവന് പറയാനുള്ള പറഞ്ഞിട്ട് അവൻ പോയി. ഇപ്പോഴത്തെ പിള്ളേർക്ക് അവരവരുടെ തീരുമാനങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. ഇവന് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇവന്റെ ഭാവിയെ കുറിച്ച് ഒരു ചിന്തയില്ല അവന്. തരു, മൊബൈൽ എടുത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങൂ. നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ? മതി ഗെയിം കളിച്ചത്. ദേഷ്യം വരുന്നുണ്ട്. സാരമില്ല, കിടന്ന് ഉറങ്ങാൻ നോക്ക്. What nonsense! What did you do? ഞാൻ എന്താ ചെയ്തത് അവന്റെ അടുത്ത്? എനിക്ക് എന്തായി പറ്റിയത്? അവൻ എന്റെ ബ്രദർ, എന്റെ മകൻ. അവനെന്റെ ഡാഡാന്നാ വിളിക്കുന്നത്. ഐ എം സോറി, ഐ എം റിയലി സോറി. ഞാൻ ഇങ്ങനെ ഒരാളല്ല. ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്റെ പൊന്നു ഭാര്യ, ഈ അടുക്കള പണി എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ല. നിനക്ക് നിന്റെ പിള്ളേരെ വിളിച്ചൂടെ? 3 പേരില്ലേ, അവര് വന്ന് സഹായിക്കൂടെ? അമ്മ, എനിക്ക് പുറത്തൊന്ന് പോവാനുണ്ട്. ഞാൻ പോയിട്ട് വരാവേ. ബദ്രി, പുറത്തു പോക്ക് കുറച്ച് കൂടി നിന്നിട്ടോ. കോളേജിലേക്കുള്ള അപ്ലിക്കേഷൻ നോക്കിക്കൂടെ നിനക്ക്? നീ ഇതെങ്ങോട്ടേ പുറത്ത് കറങ്ങാൻ പോകുന്നേ? അത്യാവശ്യമായിട്ടൊരു കാര്യ. ഞാൻ വന്നിട്ട് എല്ലാം പറയാം. ഇന്നെന്തായാലും എല്ലാം പറയണം. ബൈ. അവൻ പോയില്ലേ? ഇനി ഞാൻ പറഞ്ഞേന്. അവിടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായി ചതച്ചങ്ങെടുത്ത് തരൂ. രണ്ടുപേരും വാതിന്റെ അവിടെ നിന്ന് നോക്കുന്നേ. ഇങ്ങോട്ട് വരൂ. അമ്മ കിച്ചണിലേക്ക് വരാം. പണിയൊന്നും തന്നേക്കരുത്. അമ്മ, ബദ്രിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുറച്ചു നാളായിട്ട് അവൻ ഭയങ്കര മൂടിയാണല്ലോ. കുറച്ചു ദിവസമായിട്ട് അവൻ എന്റെ റൂമിലാണ് കിടക്കുന്നത്. നമ്മുടെ തരൂട്ടിനെ നന്നായിട്ട് അവൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ആണോട് തരൂട്ടാ? അവൻ എന്നെ അവോയ്ഡ് ചെയ്യാണോ? നല്ലോണം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്റെ അടുത്ത് മിണ്ടുന്ന പോലുമില്ല. അവനിലും മാറ്റി ഞാനും ശ്രദ്ധിച്ചു. എന്നാലും അവന് വന്നിട്ട് ഞാൻ സംസാരിച്ചു നോക്കാം. തരൂട്ട അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ബാലു, നീ അവന് ചെന്നിട്ട് വല്ല ഹോംവർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. രണ്ടിനും പോക്കണ്ടല്ലേ?
തരുവിന്റെ ഒപ്പം കൂടി അവനും ചെറുതാവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഭദ്രയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ബാലുവിന്റെ ഒപ്പം കളിക്കാൻ പോട്ടെന്ന് ഇരിക്കാൻ പോലും അനുവദിക്കത്തില്ല അവനെ. ചില നേരത്തെ ഓരോ വട്ട്. അവൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഭദ്രി, ഇത്ര നേരമായിട്ട് നീ ഇത് എവിടെയായിരുന്നു? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ നീ? ഞാൻ പറഞ്ഞില്ലേ അമ്മ, അത്യാവശ്യമായിട്ട് കാര്യം ഉണ്ടായിരുന്നു. ഈ പാതിരാത്രി വരുന്ന നിനക്ക് എന്താ എടുത്ത തിരക്ക്? കുറച്ച് ദിവസമായിട്ട് നിന്റെ സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. തരുമായിട്ട് നിനക്ക് എന്താ പ്രശ്നം? ആ കൊച്ചിന് എന്തിനാ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവനെ സന്തോഷിപ്പിച്ചത് നീ തന്നെയാ. ഇപ്പൊ നീ തന്നെയാണ് അവനെ വേദനിപ്പിക്കുന്നത്. അച്ഛൻ ഞാൻ ശരിക്കും തിരക്കിലായിരുന്നു. ഞാൻ അബ്രോഡിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോ എല്ലാം ശരിയായിട്ടുണ്ട്. വിഷയം വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച എനിക്ക് പോണം അച്ഛാ. കുറച്ചു ദിവസം മുന്നേ നീ ഇതല്ലേ പറഞ്ഞിരുന്നേ ഭദ്രി? പോകുന്നില്ലെന്നല്ലേ? പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി? അതും ഞങ്ങളോടൊന്ന് ചോദിക്കും പറയാതെ നീയാടെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നേ. എന്റെ സ്വപ്നമില്ല അബ്രോഡിൽ പോയി പഠിക്കണം എന്നുള്ളത്. അത് ഞാൻ തന്നെ തരുവിന് വേണ്ടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യും. തരുവിനെ ഞാൻ കുറ്റപ്പെടുത്താൻ ഒരു അവസരം ഉണ്ടാവരുതല്ലോ, അതുകൊണ്ടാ. പിന്നെ അച്ഛാ, അമ്മേ, ഞാൻ പോയി കഴിഞ്ഞാൽ തരുവിനെ അമ്മായി അമ്മാവനും അഡോപ്റ്റ് ചെയ്തോട്ടെ. അവന് അച്ഛനും അമ്മയായിട്ട് സ്വന്തമായിട്ട് പറയാനുണ്ടാവുമല്ലോ അവര്. ഞാൻ പോകുന്ന വിവരം ഞാൻ പോകുന്നതിന്റെ അന്ന് അറിഞ്ഞാൽ മതി. എന്റെ റിക്വസ്റ്റ് അത്. ഇത് അവന്റെ തീരുമാനങ്ങൾ നമ്മുടെ കയ്യിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ ഇല്ലേ? ഇപ്പൊ തരുവിന് വിട്ടുകൊടുക്കണെന്ന് പറഞ്ഞ എങ്ങനെയാ നമ്മുടെ മോനായിട്ട് വളർത്തിക്കൂടെ? ശിവ എന്തെങ്കിലും പറയേ. നമ്മുടെ അവൻ പറയേണ്ടത് പറഞ്ഞിട്ട് പോയില്ല. ഇനി ഞാൻ എന്ത് പറയാനാ? എന്തൊക്കെ പറഞ്ഞാലും അവൻ പറഞ്ഞൊരു കാലത്തിനോട് ഞാൻ യോജിക്കുന്നു. എന്റെ അളിയനും പെങ്ങൾക്കും ഒരു കുഞ്ഞ്. തരുവിന് അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടടി. അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലേ? ഞാനും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്റെ ഇഷ്ടത്തിന് എന്താ വില? എന്താ കാട്ടിക്കൂട്ട്. ഡാഡി പോവല്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഡാഡി പോവല്ലേ ഡാഡി? അവൻ പോയിട്ട് വരും മോനെ, നീ കരയല്ലേ? ഞാനല്ല നിന്റെ ഡാഡി. ഇവർ രണ്ടുപേരും നിന്റെ ഡാഡി മമ്മി. ഞാൻ പോവാ. എന്റെ ഡ്രീം, എന്റെ ഫ്യൂച്ചർ നോക്കി. ബൈ. ബൈ അമ്മ. ബൈ ചാ. ബൈ. ഡാഡി നിക്ക്, ഞാനുണ്ട്. ഡാഡി മോനെ തരു, ഓടല്ലേ, നിക്ക് മോനെ. തരു, നിക്ക് തരു. മോനെ തരു. ഹരി, മോനെ തരു. നീ ഇത്ര നേരെ തന്നെ വന്നോ? മോൻ എണീറ്റിട്ടില്ലടാ. ഞാൻ ചെന്ന് വിളിച്ചാൽ അവ എഴുന്നേക്കും. അവനെ കോഴി കൂക്കിയാനൊന്നും ഒരു കാര്യമില്ല. എന്തായാലും എന്റെ കൂടെ പോരെ. എനിക്ക് ചിലപ്പോ അവനെ വിളിക്കാൻ നിന്റെ സഹായം കൂടി വേണ്ടി വരും. അകത്തേക്ക് കേറി വാടാ, അവിടെ എന്ത് നിൽക്കാതെ. തങ്കക്കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ? എന്ന് ക്യൂട്ടാ അല്ലേടാ? ഭയങ്കര ക്യൂട്ടാ. അമ്മയുടെ ഈ തള്ളി നിർത്തിയിട്ട് അവനൊന്ന് വിളിച്ച് എണീപ്പിക്കോ? എനിക്ക് ഇവനെ കോളേജിൽ കൊണ്ടുവന്നാക്കിട്ട് വേണം ഓഫീസിൽ പോവാൻ. ഒന്ന് പോടാ, നിനക്ക് അസൂയല്ലേ? എന്റെ ചെറുക്കന്റെ കിടന്ന് ഉറങ്ങുന്ന കാണുന്ന കണ്ടിട്ട്, അവന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട്. നമ്മുടെ ഓഫീസിൽ നമ്മൾ നേരം വൈകി ചെന്നാലും കുഴപ്പമൊന്നുമില്ല. ക്യൂട്ട്നെസ്, ഈ ക്യൂട്ട്നെസിന്റെ പുറകെ അവന് മറ്റൊരു മുഖം കൂടി ഉണ്ട്. എല്ലാരും കൂടി ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുവനെ. ആ പറഞ്ഞാളുടെ മുഖം ശരിക്കും ഞാൻ കാണട്ടെ. അവന്റെ ഒരു കിഴി. എടാ, ഇവൻ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് നീയാ. നീയാ എന്നെ കുറ്റം പറയുന്നത്. എന്റെ ചക്ര കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ? എഴുന്നേക്ക് മുത്തേ. എടാ, കള്ളത്തിനും കാണിക്കാതെ എണീക്കടാ. അപ്പൊ ഉടനെ കിടക്കായിരുന്നല്ലേ? എടാ, എഴുന്നേക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്നെ ടീച്ച് ഞാൻ പോയേ. അയ്യോ പോലെ, ഞാനുണ്ട്. ഞാനിതാ വന്നു. അയ്യോ വീട്ടറാ. അയ്യോ അമ്മായി. എടാ ചെറുക്ക് എഴുന്നേറ്റ് പോടാ. തരൂട്ടോ, മാറി നിക്കടാ അവിടുന്ന്. ഇല്ലല്ലോ ഇല്ലല്ലോ. രണ്ടും കൂടി എപ്പോഴാച്ചാ താഴത്തേക്ക് വാ. ഞാൻ പോണു, എനിക്ക് ഇച്ചല്ലേ പണിയുണ്ട്. അമ്മാവോ, എന്താണ് ഇവിടെ പരിപാടി? ഓഫീസിലത്തെ കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് ചെറുക്ക. നീ എന്താടാ ഉറങ്ങുന്നൊന്നുമില്ല രാത്രി? എന്നും രാവിലെ കറക്റ്റ് ടൈമിന് ഇവിടെ എത്തുന്നുണ്ടല്ലോ. അതൊക്കെ എത്തും.
നിങ്ങളുടെ മോനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്റെ താരൂട്ടിനോടുള്ള നിന്റെ സ്നേഹമൊക്കെ കൊള്ളാം. ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ, എന്റെ ചെറുക്കനോട് സ്നേഹം മൊത്തം അവനെ കെട്ടണങ്ങാനെന്നും പറഞ്ഞിട്ട് വന്ന നിന്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും ചെറുക്കാം. അതൊരിക്കലും ഉണ്ടാവില്ല ഡാഡി. ആ മനസ്സിൽ വേറൊരാളെ ഇടം പിടിച്ചിരിക്കില്ലേ? നമുക്ക് എവിടെയാ സ്ഥലം? എല്ലാം വളർന്നു. താരൂട്ടാ, നീ ഒരുപാട് ക്ഷീണിച്ചല്ലോടാ. ഈ 1 മണിക്കൂറുണ്ടോ? ഞാനോ ക്ഷീണിച്ചെന്നോ? എനിക്ക് സമയം വേണ്ട, പെട്ടെന്ന് ക്ഷീണിക്കും. ഇത് ബാക്കിയകത്ത് തള്ളിക്കയറ്റി മിണ്ടായിരിക്കും കുറച്ചു നേരം. മിണ്ടാതിരുന്ന് എന്റെ കൂടെ നിന്നാ നിനക്ക് എന്ത് വേണേലും മേടിച്ചത് എന്റെ പൊന്നാരനിയനല്ലേ. മറക്കരുത്, മാറ്റി പറഞ്ഞാ ഞാനെല്ലാം വിളിച്ചു പറയും. ഈ ചെറുക്കൻ തന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. എടാ, നിനക്ക് കഴിക്കൽ കഴിഞ്ഞില്ലേ? ഇല്ലെങ്കിൽ നിനക്ക് പുറത്ത് നല്ല ബീഫും മട്ടനും ഒക്കെ മേടിച്ചു തരാം. നിങ്ങൾ വന്നേ, അമ്മയുടെ ഭക്ഷണം കൊള്ളൂല്ലേ? വാ. എന്റെ ഭക്ഷണം ശരിയില്ലെന്നോ? നീ ഇങ്ങോട്ട് വാടാ, നിനക്ക് ഞാൻ വെച്ചിണ്ടാക്കി തന്നെ തരുന്നുണ്ട്. എന്റെ കൊച്ചിനെടുക്ക് നാശാക്കാൻ നോക്കുക. ആരെയുടെ കേട്ടില്ല അവൻ പറഞ്ഞിട്ട് പോയത്? ഞാൻ കേട്ടു. അവൻ സത്യം പറഞ്ഞിട്ട് പോയത്. ഞാനിപ്പോ അവന്റെ അടുത്ത് എന്തു പറയാനാവില്ലേ? ഞാൻ നോക്കല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് അവന് സത്യം മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നാ. അതാ ഉദ്ദേശിച്ചത്, മാറിപ്പോയതാ. പിന്നെ നിന്റെ അളിയന്റെ വീട്ടിലത്തെ വിശേഷമൊക്കെ എന്താ? ബാലു എന്തു പറഞ്ഞു അവിടെ? കൂടുതൽ കിടന്ന് ഉരുളണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങളെ ഞാൻ പിന്നെ എടുത്തോളാം ഹരിയേട്ടാ. അവിടെ വീട്ടിലെ വിശേഷമുണ്ട്. നമ്മുടെ ബദ്രി വരുന്നുണ്ട്. അവൻ 8 വർഷങ്ങൾക്ക് ശേഷം വരെയല്ലേ. താരൂഷിനെ കാണാൻ എക്സൈറ്റ്മെന്റിൽ അവൻ ഇരിക്കുന്നെന്ന് പറഞ്ഞു. താരൂഷിന്റെ കാര്യം അവനെന്തിനാ അന്വേഷിക്കുന്നത്? അവനെന്തിനാ ഇത്ര എക്സൈറ്റ്മെന്റ്? എന്റെ മോന്റെ കാര്യം നോക്കാനും അവന്റെ കാര്യങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ആവാനും നമ്മളൊക്കെ ഇല്ലേ. അവനോട് എന്റെ മോന്റെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കാൻ തന്നെ പറഞ്ഞേക്ക്. ഹരിയേട്ടാ, നന്ദിയില്ലാത്ത പോലെ പ്രവൃത്തി വർത്താനം പറയാൻ നിൽക്കരുത്. താരൂഷിനെ കിട്ടാൻ കാരണം തന്നെ ബദ്രിയാ. താരൂഷിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബദ്രിക്ക് തന്നെയാ. ആര് പറഞ്ഞു ബദ്രിക്ക് എന്ത് ഇമ്പോർട്ടൻസ്? ബദ്രി ആരാണെന്നോ എന്താണെന്നോ പോലും നമ്മുടെ മോന് ഓർമ്മയില്ല. ഡോക്ടർ പറഞ്ഞാലും മറക്കരുത് നീ. എന്റെ മോന്റെ പഴയ ജീവിതം അവന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന അത് അവന്റെ ജീവന് തന്നെ ആപത്താ. അവന്റെ ജീവന് ആപത്ത് വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല. അതിന് ബദ്രി ഒരു തടസ്സമാണെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും എനിക്കൊരു മടിയില്ല. അവിടെ നിക്കടി, എങ്ങോട്ട് പോകുന്നു നീ? ഇവിടെ വാടി. നീ എന്തുദ്ദേശിച്ചുണ്ട പെണ്ണി? നിനക്കൊരു പേടിയില്ലേ? ഒരു മരം കയറി കൊരങ്ങ്. കണ്ടുപിടിച്ചു ചെറുക്കൻ. നീ എങ്ങനെയാടാ എന്നെ കണ്ടുപിടിച്ചത്? ഞാൻ മാട് വേഷത്തിലല്ലേ വന്നത്. എന്നിട്ടും കണ്ണാട് വെച്ച മാട് വേഷം ആവുന്ന ആരടി പറഞ്ഞിട്ട് പോത്തെ? നിനക്ക് എന്തിന്റെ കേടാടി? ആനി ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോഴേ തോന്നി നീ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വന്നിരിക്കുന്നെന്ന്. നീ എന്താ ഒളിച്ചുവിടാൻ വേണ്ടി എക്സ്പീരിയൻസ് എടുക്കാണോ? എനിക്ക് നിന്റെ കൂടെ പഠിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിന്റെ അടുത്ത് കൂടെ എന്റെ ഒരു കാറ്റടിച്ച പോലെ എനിക്ക് ഇങ്ങനെ പാര വയ്ക്കാൻ നോക്കി നടക്കുന്ന നീയാണോടി എന്റെ കൂടെ പഠിക്കാൻ വേണ്ടി ഇത്ര ആക്രാന്ത മൂത്തോടെ വന്നു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കണം? നീ നിന്റെ കാമോനെ കാണാൻ വന്നതല്ലേ അവന്റെ ഒപ്പം? അയ്യോ, ഒന്ന് പതിയെ പറയടാ. നമ്മുടെ പിന്നാലെ ഒരു നായോ പട്ടി വന്ന ഒരു പൂച്ച വന്ന പോലെ നമ്മൾ തിരിഞ്ഞു നോക്കും. ആ തെണ്ടിയുടെ പിന്നാലെ വർഷം കുറേടെ ഞാൻ നടക്കുന്നു. അവരൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്റെ അൺസൈഡ് ലവിനെ കുറിച്ച് എന്ത് പറയാനാ? നിനക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലാവില്ല. നീ പ്രേമിച്ചിട്ടില്ല, നിനക്ക് പ്രേമം എന്താണെന്ന് അറിയില്ല. ഓവറാക്കി ചളാക്കണ്ട. നിന്നെ ഇവിടെ നിർത്താൻ വേണ്ടി ഞാൻ ഡാഡയുടെ കാല് പിടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. പിന്നെ എന്റെ ബ്രദറായ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കിടത്തുന്നൊക്കെ കൊള്ളാം. അങ്ങേരെ കുളിപ്പിച്ച് വെള്ളം ഒളിപ്പിച്ച് കിടത്തരുത് പ്ലീസ്. നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഉറപ്പറിയാൻ പറ്റില്ല. അങ്ങേരെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതായിരിക്കും അങ്ങേരുടെ വിധി. അപ്പൊ അതിനൊരു തീരുമാനമായി. നിനി സാ 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 സരി നി സാ 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 നി സരി രെ മാമ പാപ നി ധ പ മ പ നി സരി. എന്തിനാ ബദ്രി നോക്കി നിൽക്കുന്നത്? നിന്നിന്റെ ബ്രദറെ കാണാൻ വന്നതല്ലേ? അവന്റെ അടുത്ത് ഹായ് ഹലോ എന്നൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുന്നേ. വർഷങ്ങൾക്ക് ശേഷം അവനെ കാണാനുള്ള കൊതുകൊണ്ടാ ഞാൻ ഇവിടം വരെ എത്തിയത്. അവന്റെ അടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹം കൊണ്ടടാ. പക്ഷെ എന്റെ മനസ്സെന്തോ എന്തോ പോലെ. തരുണിനോട് ഇപ്പോഴും നിന്റെ മനസ്സിലൊരു ഫീലിങ്സ് ഇല്ലേ? ചെറുപ്പത്തിൽ എന്തോ ചെയ്തെന്ന് വിചാരിച്ച് നീ ആവശ്യത്ത് പറയാതെ. ചെറുപ്പത്തിൽ എന്തോ ചെയ്തെന്ന് ചെറുപ്പത്തിലുള്ള ഫീലിങ്സിൽ നിന്ന് ഒളിച്ചോടാനാ നീ ഇവിടെ നിന്ന് നാട് വിട്ടുപോയത്. എന്നിട്ട് എന്തായി? ഇപ്പൊ വന്നിട്ടും അവന്റെ അടുത്ത് നേരിട്ട് പോവാനോ സംസാരിക്കാനോ എനിക്ക് പറ്റുന്നില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നീ എന്താണ് നിന്റെ മനസ്സിലുള്ളത് അംഗീകരിക്കാത്തെ?
ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ലടാ. ഒരാളെ ഇഷ്ടപ്പെടുന്ന തെറ്റല്ലല്ലോ. നീ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കല്ലേ. അന്ന് അവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവന്റെ അടുത്ത് ചെയ്ത് തെറ്റാ. അതുകൊണ്ടാ എനിക്ക് അവന്റെ മുന്നിൽ പോകാൻ മടി. അവനെ എനിക്ക് ഇഷ്ടാ, എന്റെ ബ്രദറിനെ പോലെ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും നീ പറഞ്ഞുണ്ടാക്കണ്ട. നമുക്ക് പോവാം. ഈ പോക്കാണെങ്കിൽ ആ ചെറുക്കനെ വേറെ ആരെങ്കിലും കൊണ്ടു. ഗുഡ് മോർണിംഗ് അമ്മ. അച്ഛ ഗുഡ് മോർണിംഗ്. എന്താടാ ഇന്നലെ നീ വരുന്ന കാര്യം പറയാതിരുന്നേ? എയർപോർട്ടിലേക്ക് ഞങ്ങൾ വണ്ടി അയക്കി വരുന്നില്ലേ? സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അതല്ലേ? ഇന്ന് ഞാൻ അമ്മായിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, അവർക്കൊന്നും വേണ്ട. അതെന്താ അങ്ങോട്ട് പോണ്ടെന്ന്? അത് പിന്നെ എന്തെങ്കിലും ഒന്ന് പറയടേ. അത് മോനെ, അമ്മാവനും അവിടെ ഇല്ല. അമ്മാവന്റെ അനിയത്തിയുടെ മോളില്ലേ കീർത്തന, അവളുടെ കോയമ്പത്തൂരുള്ള കോളേജിൽ നിന്ന് TC ഒക്കെ മേടിച്ച് ഇങ്ങനെ നാട്ടിൽ വന്ന് അവളായിട്ട് സ്വയം ചേർന്നത്രേ. അപ്പോൾ കോയമ്പത്തൂർ പോയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവളെയും കൂട്ടി അമ്മാവനും അമ്മായിയും പോയിരിക്കാം. പിന്നെ തരൂട്ടനാണെങ്കിൽ അവനെന്താ സ്പോർട്സിന് പ്രോഗ്രാമുകളുണ്ട്, ബാലു അവനെ കൊണ്ട് പോയിരിക്കാം. ബാലുന്റെ അപ്പൊ കോളേജിൽ നിന്ന് കൊണ്ടുപോയില്ലേ? ബാലും തരും തമ്മിൽ ഒരുപാട് അടുപ്പത്തിലാണോ? ബാലും തരും തമ്മിൽ അത്ര അടുപ്പത്തിലാണോന്നോ? ബാലുവിന് എന്തുണ്ടെങ്കിലും തരുവിനോട് പറയണം. തരുവിന് എന്ത് കാര്യത്തിനും ബാലു വേണം. രണ്ടും അടയും ചക്കരിയാ. മോൻ എന്തായാലും 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അമ്മാവനും തരുവൊക്കെ കൂടി ഇങ്ങോട്ട് തന്നെയല്ലേ വരാം. അപ്പൊ കാണാലോ. ഞാനില്ലെങ്കിൽ അപ്പൊ തരുവിന് കുഴപ്പമില്ല. അമ്മേ അച്ഛ, ഇന്ന് വൈകിട്ട് എനിക്കൊരു പാർട്ടി ഉണ്ട്. ഫ്രണ്ട്സിനെ കണ്ടിട്ട് കുറെ ആയില്ലേ. അപ്പൊ എല്ലാരും കൂടി ഇന്ന് നൈറ്റിലൊന്ന് കൂടാന്ന് വിചാരിച്ചു. ഡിന്നറിന് ഞാൻ ഉണ്ടാവില്ലേ? ചിലപ്പോ ഞാൻ നാളെ വരുന്നുണ്ടാവാം. അതിനെന്താ, ഫ്രണ്ട്സിനെ കാണാനല്ലേ. മോൻ ചെല്ല്, മോൻ പോയി എൻജോയ് ചെയ്. അല്ലേ മീനാക്ഷി, മിനുട്ടി? നാളെയോ മറ്റന്നാളോ വന്നാൽ മതി. അല്ല മോനെ, ഒരുപാട് നാളുകൾക്ക് ശേഷം കാണല്ലേ, അതുകൊണ്ട് അമ്മ അവനെ പറഞ്ഞേ. എടാ നീ ഡ്രിങ്ക്സ് ഇത്ര കഴിക്കില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? എടാ എല്ലാം അടിച്ചു പോടാ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരാളെ കാണുമ്പോൾ അവർക്ക് നമ്മൾ മനസ്സിലാവത്തില്ല, സ്വാഭാവികം. പക്ഷെ നമ്മൾ പോയ ഉടനെ തന്നെ നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് എങ്ങനെയാണ് പറ്റുന്നത്? അപ്പൊ കസ്തൂരി മാമ്പഴം കാക്കക്കൊത്തിപ്പുണ്ട് പോയല്ലേ? ആരെയാ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? എന്റെ ട്വിൻ ബ്രദർ ഇല്ലേ, ആ തിണ്ടി, അവനാ എപ്പം നോക്കിയാലും ഒട്ടിപ്പിടിച്ച് നടക്കുന്നത്. പക്ഷെ അവൻ എന്നെ കണ്ടിട്ട് എന്താണെന്ന് മൈൻഡ് പോലും ചെയ്യാതിരുന്നത്. എന്നാ ക്യൂട്ടാ ചെറുക്കാൻ ഇപ്പോഴൊന്നും അറിയോ? എനിക്ക് ഇച്ചി മൂളാണോ? ഈശോ, എന്തുവാടാ അതൊക്കെ? നീ പോയി ഇച്ചി മുള്ളിയിട്ട് വന്ന, ഇവിടെ നിന്ന് മുള്ളല്ലേ. ബദ്രി, എന്തായാലും നീ പോകുന്നല്ലേ, നീ ഇതും കൂടി കുടിച്ചിട്ട് പോകും. ഈ ക്ലാസ്സിലെടുത്തതാ. എടാ നീ എന്ത് പണിയുടെ ചെയ്തത്? അവൻ അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നത്, അതിനിടയ്ക്ക് പിന്നെ ഒരു ക്ലാസ്സും കൂടി. എടാ ബദ്രി, നിർത്ത്, മതിയടാ. ഞാൻ ഫിറ്റ് നല്ല സ്റ്റഡിയാ, ഞാൻ പോയിട്ട് വരാവേ. എനിക്ക് ഈ വൈൻ കുടിച്ച് മടുത്തു, വേറെ എന്തെങ്കിലും താ. നിനക്ക് ശരിക്കും പാല് കുടിക്കേണ്ട പ്രായ, എന്നിട്ട് ഞാൻ നിനക്ക് വൈൻ മേടിച്ചെന്നല്ലേ? അതിന് എനിക്ക് നീ നന്ദി കാണിക്കണടാ, നന്ദി. ഇവിടെ പന്നി, പാല് കുടിക്കാൻ ഞാൻ കൊച്ചു കൂട്ടിയൊന്നല്ല, ഞാൻ അഡൾട്ടായി. ദേ ഇന്ന് എന്റെ ദിവസാ. സ്പോർട്സിൽ എല്ലാത്തിലും ഞാൻ ഗോൾഡ് മെഡൽ നേടിയിരിക്കോ. എനിക്കൊരു കോൺസെൻട്രേഷൻ തോന്നൂടെ പ്ലീസ്, ഇന്നൊരു ദിവസത്തേക്ക്. ഞാൻ നിന്റെ ബ്രദറാണെങ്കിലും മറന്നു പോകരുത്. ഞങ്ങൾക്ക് ഇപ്പോഴും നീ ചെറിയ കുട്ടി തന്നെയാ, പാല് കുടിക്കുന്ന ചെറിയ കുട്ടി. നിനക്ക് ഗോൾഡ് മെഡൽ നേടിയതിന്റെ പ്രസന്റ് തന്നാ പോരെ? 91 റൂം നമ്പർ പോയി നോക്ക്, അവിടെ നിനക്കുള്ള പ്രസന്റ് ഉണ്ട്. ഓ താങ്ക് യു മൈ ബ്രദർ, യു മൈ ലവ്ലി ബ്രദർ. പ്ലീസ് ലേ മീ. ഇതില്ലേ 91? ഇതിപ്പോ ആരതിന്റെ ഉള്ളില്? എന്ത് സാർ? യു ഡാ, എത്ര പേരോട് ഞങ്ങളുടെ റൂമിൽ കയറിയിട്ട് ഞങ്ങളുടെ ആളെ തൊടാൻ? ഞാൻ ആരാടാ നീ? നിന്നെ ഈ ഭാഗത്ത് കണ്ടുപോരുത്, ഇറങ്ങിപ്പെടാ. ഈ ചെറുക്കനെ തേടെ പോയി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നതാണല്ലോ, പുറത്തു പോയി. ഹലോ
എടാ ഞാൻ വീട്ടിൽ പോവാ, എനിക്ക് തീരെ സുഖമില്ലടാ. ഞാൻ പിന്നെ അത് പെട്ടെന്നങ്ങ് പോയാലോ? അയ്യോ തരൂ, നീ പ്ലീസ് എന്നെ വീട്. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വീട്ടിൽ സില്ലി ബോയ്, ഐ വിൽ ഹെൽപ്പ് യു ഡിയർ. എൻ്റെ ഗിഫ്റ്റ് അല്ലേ നീ? ഈ ഗിഫ്റ്റ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു വിടുന്നത്? തരൂ തരൂ, ഡോണ്ട് തരൂ പ്ലീസ്. ഡോണ്ട് സ്പീക്ക്, ഫീൽ മൈ ടച്ച്. Your waist is so slim and so soft. Please, no. నిసరి నీద పరిదా పమగరి మాగ సనిసా സോറി പ്രീറ്റി ബോയ്, ഞാനിത് ഫസ്റ്റ് ടൈം ഒരു ബോയുടെ ഒപ്പം. ഞാൻ ഒരു ഗേളിൻ്റെ ഒപ്പമൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ട്? അല്ല, ഒരു ഗേളിൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. അത് വീട് പ്രീറ്റി ബോയ്, തൻ്റെ നമ്പർ എനിക്ക് താടോ. താൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് പിന്നെയും മീറ്റ് ചെയ്യാതെ. താൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആവും. എൻ്റെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ നിൻ്റെ ആരാണ് എനിക്ക് ഓർമ്മ പോയില്ല. ഇതൊരു പ്രീറ്റി ബോയ്, ഡോണ്ട് ക്രൈ. എനിക്ക് മനസ്സിലായി തനിക്ക് ഫസ്റ്റ് ടൈം കാണുന്നത്. തനിക്ക് അവിടെ വേദനയുണ്ടോ? അതോ ഞാൻ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു അതുകൊണ്ടാണോ? തനിക്ക് അറിയല്ലേ? തരു, ഡോണ്ട് പ്രിറ്റൻഡ് ദാറ്റ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. ഐ ആം യുവർ ഡാഡ്. വാട്ട്? യു മൈ ഡാഡ്? ഐ ആം യുവർ ഡാഡ് ഡിയർ. പ്രിറ്റി ബോയ്, ഇന്നലത്തെ കാര്യം മറന്നോ? നീയാണ് എൻ്റെ ബോട്ടം. ബോട്ടം ഒരിക്കലും ഡാഡ് ആവില്ല ഡിയർ. നമ്മളിനി മീറ്റ് ചെയ്യാനുള്ളതല്ലേ. ഡോണ്ട് ക്രൈ. Shut up. We will never ever meet you again, Tarush. Goodbye. I hate you. I hate you. Hate me? Why? What is the matter? ഞാൻ ഇത്രയും ഹാർഷായി പെരുമാറുന്നതിനെ അതുകൊണ്ടായിരിക്കും. നമുക്ക് പിന്നെയും കാണാം എവിടെയെങ്കിലും വെച്ച്. ഇവൻ ഇവിടെ ഉണ്ടോ? ഡാ ബാലു, എടാ അത് മറ്റടുത്ത പരിപാടി കാണിക്കരുത്. നീ ഇന്നലെ രാത്രി മുതൽ ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഞാൻ റൂമിൽ ഇരിക്കാൻ പറഞ്ഞല്ലേ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന ഈ റൂമില്? ഗിഫ്റ്റ് എടുത്തോളം നീയല്ലേ പറഞ്ഞേ? എനിക്ക് നിന്റെ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്നോ? അതിന് നീ റൂമിലേക്ക് വന്നിട്ട് വേണ്ടേ? എടാ നിന്നോട് ഞാൻ 91 പോകാനല്ലേ പറഞ്ഞേ? നീ എന്താ 61 എന്താ ചെയ്യുന്നേ? 61 അപ്പൊ 91 അല്ലേ? അയ്യോ ബാലു, നീ എനിക്ക് വേണ്ടി കരുതി വെച്ച ഗിഫ്റ്റ് എന്താണ്? എടാ നിന്റെ ഫേവറേറ്റ് സാധനം സ്പോർട്സ് കാറാടാ. എന്തായാലും നീ സ്പോർട്സിൽ എല്ലാത്തിനും ഫസ്റ്റ് മേടിച്ചില്ലേ? അപ്പൊ ഇപ്പൊ തന്നെ ഈ സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. സ്പോർട്സ് കാറാ? അയ്യോ, എന്റെ വെർജിനിറ്റി പോയടാ. എല്ലാം നഷ്ടമായി. പാവാ ചെറുക്കൻ. എന്താണ്? വെർജിനിറ്റി നഷ്ടമായിരുന്നോ? ചെറുക്കനോ? ഒരു ചെറുക്കൻ്റെ ഒപ്പം റൂമിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കീറി പിടിക്കാണോ വേണ്ടത്? കാമപ്രാന്തോ. ഈശ്വര, ഇതും എന്റെ തല വരുമല്ലോ. അല്ലെങ്കിൽ നിന്നെ വഷളാക്കുന്നത് ഞാനാന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാത്തിനും തീരുമാനമായി. അല്ല, ആ ചെറുക്കനെ ഇവിടെ എന്നിട്ട് പോയി കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി. കേസോ? ഉറപ്പാ ഇത് കേസാകും. കൂടപ്പിറപ്പിനെ തന്നെ കൂട്ടുപ്രതിയാക്കിയല്ലോടാ തോറി. ബ്രോ, അങ്ങനെയൊന്നും പറയല്ലേ. മിണ്ടരുത്. നീ അങ്ങനെ വിളിച്ചു പോരുത്. നീ കോളേജിൽ പഠിക്കുന്ന ചെറുക്കനല്ലേ? 99 61 വ്യത്യാസം പോലും അറിയില്ലേ? തേണ്ടി മനുഷ്യനെ കൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിക്കോളാം അവിടുന്ന്. ഇനി നിന്നെ ഒരു പാർട്ടിക്ക് ഞാൻ കൊണ്ടുവരില്ല. നേരെ വീട്ടിലേക്ക്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകരുത്. എല്ലാം കഴിഞ്ഞു മമ്മ, എല്ലാം കഴിഞ്ഞു. എന്താണ്? ഒരു പോയിടപ്പോ നിന്റെ കൊല്ലം ഞാനിന്ന്. ഡാഡി, ബ്രോ, കീർത്തു, ഹെൽപ്പ് മീ. ഓടാതെ അവിടെ നിക്കട. അവിടെ എന്റെ കൈ കിട്ടിയ ഞാൻ മുളകുപൊടി തേക്കി അവിടെ നിക്കാൻ. അമ്മ, എനിക്ക് ഇനി വയ്യോടാ. എന്നെ തല്ലല്ലേ ഡാഡാ. അകലെ മതി അവനിട്ട് ഓടിപ്പിച്ചത്. അവന് വയ്യാതായില്ലേ? അവനൊരു അബദ്ധം പറ്റിയതല്ലേ? ഇമ്മാതിരി അബദ്ധം നിങ്ങളുടെ ഈ മോന് തന്നെ പറ്റത്തുള്ളൂ. ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടാ, നിന്റെ ആദ്യത്തെ കിസ്
അതൊരു ചെറുക്കിനെ കൊണ്ട് കിസ് മാത്രോ എല്ലാം കഴിച്ചിട്ട് വന്നിരിക്കാ നാളല്ലാത്തവൻ. മാമ ഇതിന് മേൽ തന്നെ അടിച്ചോ, ഇങ്ങനെ നാട്ടിക്കാതെ. ആ ചെറുക്കിനെങ്ങാനും കൊണ്ട് ഇനി കേസ് കൊടുക്കോ? ഇനി എന്ത് ചെയ്യൂടാ? തരൂ, നീ അവനെ കല്യാണം കഴിക്കാൻ പോവാണോ? റെസ്പോൺസിബിലിറ്റി വാടിച്ചിരിക്കടി. ആവശ്യമില്ലാത്ത പറയാൻ നിക്ക. എരിയുന്ന തീയില് എണ്ണ കോരി വയ്ക്കാൻ നിക്ക പെണ്ണ്. ആ ചെറുക്കനെ കണ്ടുപിടിച്ച് എല്ലാം സമാധാനാക്കുന്ന നല്ലത്. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ നോക്കി ഡാഡാ. അവൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറയണം, ഒരു സോറി പറയണം. എനിക്ക് അറിയില്ലായിരുന്നു തെറ്റ് പറ്റിപ്പോയെന്ന്. എന്നിട്ട് അവനെ പ്രപ്പോസ് ചെയ്യണം മാരേജിന് വേണ്ടി. അവന്റെ ഒരു മാരേജ് നീ കെട്ടുന്നുണ്ടെങ്കിൽ ഒരു പെങ്കുച്ചിനെ കിട്ടും. എനിക്ക് പേരക്കുട്ടീനെ കാണണം. അവൻ ഒരു ആണിന്റെ പുറകെ പോവാൻ നിൽക്കാം. ഒരബദ്ധം പറ്റി. ആ കൊച്ചിപ്പോ പ്രഗ്നന്റ് ആവാൻ പോകുന്നില്ല, കാരണം ആണല്ലേ. അതുകൊണ്ട് പോ, വലിയ കുഴപ്പമില്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും കുറച്ച് മണി കൊടുത്ത് അങ്ങ് ഒതുക്കിയാ മതി. അങ്ങനെ പറയില്ലേ മാമ, ഒരു പ്രിറ്റി ബോയ്, ഒരു പാവം ബോയും കൂടിയാ എനിക്കിഷ്ടം. ലവ് ആൻഡ് ഫസ്റ്റ് സൈറ്റ് മാമ, ലവ് ആൻഡ് ഫസ്റ്റ് സൈറ്റ്. അയ്യടാ, അവന്റെ ലവ് ആൻഡ് ഫസ്റ്റ് ആയിട്ട്. എടാ, മനസ്സിൽ വല്ല ആവശ്യമില്ലാതെ മോഹണെങ്കിൽ അതങ്ങ് ഇവിടെ തന്നെ വെച്ചേക്ക്. ഇനി അഥവാ നടത്തിയെടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ വീടിനെ പുറത്ത് പൊക്കണം. പിന്നെ ഇങ്ങോട്ട് കയറാൻ നിൽക്കരുത് നീ. ബാലുസേ, നമുക്ക് പോവാം. എങ്ങോട്ട്? പീടി പോവാന്ന്, എന്നെ കൊണ്ട് പോ. അങ്ങോട്ട് പോവാന്നുള്ള മോഹൊന്നും വേണ്ട പൊന്നുമോന്. ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞോളാം നിന്നെ അവിടെ കേട്ടെടുത്തെന്ന്. വിവരം മൊത്തം ഞാൻ പറയാം. മാമ, ദിസ് ഈസ് ടു മച്ച്. ഞാൻ തെരുവിൽ കിടക്കേണ്ടി വരും. ഡാഡാ, എന്താകില്ല അത് നമ്മുടെ ഒരു മോന്റെ ആഗ്രഹമില്ലേ, നമുക്ക് നടത്തി കൊടുക്കാം. അരിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ മോന്റെ കൈ പിടിച്ച് അരി ഇറങ്ങിക്കോളൂ. എനിക്കൊരു കുഴപ്പമില്ല. മോനും ഭർത്താവും ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചോളാം. ഡാഡി ഒരു റിയാലിറ്റി പറയട്ടെ മോനെ, എന്റെ പൊന്നു മോനല്ലേ, ഒന്ന് കേക്ക് നീ. പെർഫോമിംഗ് എടുക്കുന്ന അത്ര എളുപ്പമല്ലടാ, കൂത്തുകൂടി ഉപ്പാളാടെ കൂടാ. പിന്നെ പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിൽ അവരോട് ചിലപ്പോൾ ചല്ലും ചവിട്ടൊക്കെ കിട്ടേണ്ടി വരും. എടാ, വീട്ടിലിരിക്കില്ല നല്ലത്. എനിക്ക് കൂൾ ഡ്രിങ്ക്സ് വേണോ സ്നാക്സ് വേണോ? എന്റെ പൊണ്ണുവിന് വിശക്കുന്നില്ലേ? സ്നാക്സ് കണ്ടിട്ടാ വെള്ളം കഴിക്കുന്നു, കൂൾ ഡ്രിങ്ക്സ് മതി. ഡാഡി എടുത്തിട്ട് വരാം, നീ റെസ്റ്റ് എടുക്കും മോനെ. ഒരു കുഞ്ഞിക്കാല് കാരണം അവന്റെ ആഗ്രഹം മുടങ്ങിയല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കൊടുക്കാന്നേ. പോയിട്ട് പഠിക്കേ, ആദ്യം സ്വന്തം കാല് വളരട്ടെ, എന്നിട്ട് അവളുടെ ഒരു കുഞ്ഞിക്കാല്. കഷ്ടായിപ്പോയി. ആ റൂമിലിരിക്കുന്ന കീ സ്പോർട്സ് കാറിന്റെ കീ ആയിരുന്നു. അത് എടുക്കാതെ പോയി വേറെ ഏതോ കീ എടുത്ത് വേറെ ഏതോ ലോക്ക് തുറക്കാൻ പോയി. ഇപ്പൊ പണി മേടിച്ചിരിക്കുവാ. മര്യാദയ്ക്ക് തിരുവായം നടച്ചിരിക്കോ, ശവത്തെ കുത്താൻ നിക്കോ. ഞാൻ നിന്റെ മൂക്കിലിട്ട് കുത്തുഞ്ഞു മാത്രം. ബാലു എവിടെ പോയി? എന്റെ ബാലുവെ കാണുന്നില്ലല്ലോ. ഞാനിവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ആളെ മഷിയിട്ടേക്ക് പോലെ കാണില്ലെന്ന് എന്നെ കരഞ്ഞൂടേടാ. ഇവിടുന്ന് മുങ്ങിയാളെന്നെ നാളെ അവിടെ പോയി പൊക്കാന്ന് വിചാരിച്ചാ ഞാൻ. പക്ഷെ അമ്മായി പറഞ്ഞില്ലേ, നിന്റെ ഈ പ്രശ്നം കാരണം 2-3 ദിവസം കൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ലെന്ന്. നീ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ഞാൻ എന്തിനാ ഇറങ്ങാതിരിക്കുന്നതെന്നാവും. ആ ചെറുക്കന് ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കും? ആ ചെറുക്കൻ ആരോ എന്തോ ഡ്രിങ്ക്സിൽ കലക്കി കൊടുത്തെന്ന് തോന്നുന്നു. അതോ ഹോട്ടായത്. ഞാൻ അതിനെ കണ്ടപ്പോൾ ഹോട്ടാവുകയും ചെയ്തു. പാവം, അതിനെ കരച്ചിൽ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. എവിടുന്ന് ഞാൻ കണ്ടുപിടിക്കും? നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നീ ഒന്ന് മിണ്ടാതിരിക്കും. ഇപ്പോ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മായി ഇങ്ങനെ കേട്ട് വന്ന 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ടെന്നുള്ളത് 1 മാസമായി മാറും. എനിക്ക് എന്റെ ബാലുവിനെ കാണണം. നിനക്കറിയാലോ ഇപ്പൊ വൺ സൈഡ് ലവിന്റെ ഫീലിംഗ് എന്താന്നുള്ളത്. വൺ സൈഡ് ലവ്? ഹൗ ദിസ് പോസിബിൾ? ഒരു നൈറ്റ് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തപ്പിക്കും ഐ മീൻ ലവ് വിത്ത് ഹിം? I don't know. I'm crazy. I'm really speechless. I don't know what I will say. But അവരെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നപ്പോൾ എനിക്ക് നല്ല വേദനിച്ചായിരുന്നു. ആ കണ്ണീർ നോക്കി നിന്റെ കൂടെ ഞാനുണ്ട് എപ്പോഴും, എന്തിനും നീ എന്റേത് മാത്രമാണെന്ന് പറയാൻ തോന്നി. I feel for him. Oh my dear cousin, you completely madly love with him. But your mother not allowed. Be careful. അമ്മേനെ എങ്ങനെ നീ സമ്മതിപ്പിക്കണം. എന്തായാലും അച്ഛനെ കണ്ടെന്ന് സംസാരിച്ചു നോക്കാം അമ്മേനെ. പിന്നെ എന്റെ ബ്രദർ വന്നിട്ടുണ്ടല്ലോ, ആളെ കാണാൻ ഞാൻ കാത്തിരിക്കുക. ബദ്രിനാഥ്. ബദ്രി, നീ എന്തിനാ രാവിലെ തന്നെ എന്നെ വന്ന് ശല്യം ചെയ്ത്? നിനക്ക് വേറെ പണിയില്ലേ? ആരോടൊന്നും പറയാത്ത സർപ്രൈസ് തരാന്ന് പറഞ്ഞ് ഞങ്ങളെ വന്ന് സർപ്രൈസ് ചെയ്തു.
വന്നപ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല നീ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീടിന് റൂമിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമല്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ടൊന്നും പോകുന്നുണ്ടോ? നീ എന്താ ചേച്ചി? ഉച്ച കഴിഞ്ഞ് അമ്മാവനും താരും കീർത്തനൊക്കെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നിന്നോട് ഇങ്ങനെ മൂടിയായിട്ട് ഇരിക്കുന്നത് താഴത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വന്നോളാം, നീ പൊക്കോ. എടാ നീ ആരെങ്കിലും അടി ഉണ്ടാക്കിയോ? നിന്റെ ചുണ്ടും കഴുത്തിലൊക്കെ പാടുണ്ടല്ലോ. ആ അത് ഞാൻ വീണതാ, ചെറുതായിട്ടൊന്നും മുറിഞ്ഞു, അത്രേ ഉള്ളൂ. നീ പോയി, എനിക്ക് കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങണം. ഓക്കെ, അവര് വന്നാൽ ഞാൻ വിളിക്കാം. തരൂട്ടാ, എന്തെങ്ങനെ മൂടൗട്ടായിട്ടിരിക്കുന്നേ? നടക്കള് നടന്നു, അതൊരു മിസ്റ്റേക്ക് അല്ല, അത് മറന്നേക്ക്. അമ്മ മോന് വേണ്ടി നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചു തരാം. എനിക്ക് ഒരു പെണ്ണിനെ വേണ്ട അമ്മ. എനിക്ക് ആ ചെറുക്കിനെ തന്നെ മതി. എന്റെ മനസ്സിലും കണ്ണിലും ഒരുപോലെ ഉടക്കിയത് അവന്റെ രൂപം മായില്ല. നിന്റെ കണ്ണ് ഞാൻ കൊത്തിപ്പിടിക്കും ചേർക്കാം. അവന്റെ കണ്ണിൽ ഉടക്കിപ്പോയത്. ഒരു പെങ്കൊച്ചിനെ കെട്ടി കൊച്ചുങ്ങളായി സുഖമായിട്ട് ജീവിക്കാൻ നോക്കാതെ ഏതോരുത്തിന്റെ പിന്നാലെ പോകാൻ നോക്കുന്നോ? ആ ഈ ചെറുക്കന് ഏതാണെന്നാവോ എന്റെ കയ്യിലതിന് കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ. എന്റെ കൊച്ചിനെ മയക്കിയതായിരിക്കും അവൻ. എന്റെ കൺമുന്നിൽ അവനെ കാണട്ടെ, അപ്പൊ ശരിയാക്കുന്നുണ്ട് ഞാൻ. ആ ബദ്രി വന്നല്ലോ. തരൂട്ടാ, ഇതാ നീ കാണാൻ കാത്തിരുന്ന ആള്, ബദ്രിനാഥ്. ബ്രദർ യു തരൂട്ടാ, ബദ്രി നീ എന്താണ് ചെയ്തത്? ഇതോ എന്റെ മോനെ തൊടാൻ മാത്രമായി നീ. ബദ്രി, നീ ഇവനെ കാണാൻ കാത്തിരുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നോ? എന്താടാ ഈ ചെയ്യുന്നത്? തരു, നീ ഒക്കെ അല്ലേ? തരൂട്ടാ, നിനക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല ഡാഡ്. ബദ്രി, എന്തിനാ മോനെ നീ അവനെ അടിച്ചത്? എന്താ മോനെ ഇതൊക്കെ? പ്ലീസ് പ്ലീസ് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ. ഐ എം സോറി ഫോർ എവറിത്തിങ്. എനിക്ക് അറിയില്ലായിരുന്നു, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡോണ്ട് കെയർ, ഗെറ്റ് ലോസ്റ്റ്. ഐ എം നോട്ട് ഗോയിങ്. Hey, please listen to me. I'm really sorry. I don't know. I really don't know. Hey, stop there. Hey, pretty boy, please stop. Pretty boy? താരു? അപ്പോ ഇത് ബദ്രിയാണോ? സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അതെന്റെ ബ്രദറാണ്, ബദ്രിയാണെന്നുള്ളത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വാ തോരാതെ എന്റെ മീനാക്ഷി ഇരുന്ന് കുറ്റം പറഞ്ഞാന്ന് സ്വന്തം മോനെ തന്നെ അറിഞ്ഞില്ലെന്ന് ആലോചിക്കുമ്പോഴാ. എല്ലാവർക്കും എന്ത് പറ്റി? സൈലന്റ് ആയല്ലോ. അളിയ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിരുന്നത് ശരിയാവില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. അഖില, കീർത്തന, തിരക്കുട്ടെ വരാൻ നോക്ക്. What do you want? And why are you looking at me? നീ അവനും തമ്മിൽ ശരിക്കും? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ കണ്ണിൽ നീ പ്രിറ്റി പോയി. നോൺസെൻസ്. നീ ഒന്ന് പോയി തരുമോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. എടാ, ആ ഷോക്ക് ഞാൻ റിക്കവർ ആയിട്ടില്ല. തലയ്ക്ക് 2 തരാം, അപ്പൊ റിക്കവർ ആയിക്കോളും. എന്നാലും നീ അവനും തമ്മിൽ നിന്റെ മേത്തുള്ള പാടൊക്കെ അവൻ തന്നതാണോടാ? സോ ഹൊറബിൾ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാലു പ്ലീസ്, നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ സമയത്ത് നീ എന്നെ ടോർച്ചർ ചെയ്യാതെ. സംഭവിച്ചു പോയി, മനഃപൂർവ്വമല്ല. എല്ലാം കേട്ട് എനിക്ക് വേദനിക്കുന്നവൻ എന്നെ അറിയാത്ത പോലെ പെരുമാറുമ്പോഴാ. എന്നോട് ഒരു അപരിചിതനെ പോലെ അവനിതൊന്നും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലടാ. എനിക്ക് സഹിക്കുന്നില്ല അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോ. ബദ്രി, നീ വിചാരിക്കുന്ന പോലെ ഇവനെന്താ? ഹലോ, ഇപ്പോഴോ? ഓക്കെ ശരി. ബദ്രി, ഞാൻ പിന്നെ വരാവേ. എനിക്ക് അർജന്റായിട്ടൊന്ന് പുറത്തു പോകണം. വന്നു കഴിഞ്ഞിട്ട് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ എന്നോട് രാത്രി തന്നെ വരാൻ പറഞ്ഞേ? ഇനി ഇമ്പോർട്ടൻ്റ് മാറ്റർ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ബാലു, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എനിക്ക് എന്തിനാണ് നിന്നോട് ദേഷ്യം? എക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നീയും ബദ്രിയായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഡു യു റിയലി ലൈക്ക് ഹിം? യെസ്, ഐ റിയലി ലൈക്ക് ഹിം. ഐ റിയലി ലവ് ഹിം.
യു റിയലി ലൈക്ക് ഹിം. ബട്ട് ബദ്രി, അവന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഡാ, വാട്ട് അബൌട്ട് ഫാമിലി? അവരെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇവർ അറിഞ്ഞതിന് ശേഷം അമ്മ ഒന്നും മിണ്ടിയിട്ടില്ല, റൂമിന് പുറത്തിറങ്ങിയിട്ട് പോലുമില്ല. അമ്മയുടെ 2 മക്കൾ തമ്മിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂടാ അവർക്ക്? നിങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സ് അല്ലേ? അമ്മയുടെ മുന്നിൽ പോയി എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഈ നല്ലൊരു ജീവിതം തന്നത് നിങ്ങളാ. ആ നിങ്ങളോട് തന്നെ ഞാൻ നന്ദി കേടല്ലേ കാണിച്ചത്. തരുഷ്, ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടരുത്. അമ്മ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. നീ ആർക്ക് ജനിച്ചോ എവിടെ ജനിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണ്ട. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നത്. നീ ഞങ്ങളുടെ ഫാമിലിയാ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഐ എം സോറി ബാലു. കറിയാതട കൊച്ചു പിള്ളേരെ നീ. എന്തായാലും നീ വല്ലാത്ത ചെയ്താ ചെറുക്കനോട് ചെയ്തു വെച്ചിരിക്കുന്നത്. അവനെ കടിച്ചു പറിച്ച് വെച്ചിരിക്കല്ലേ. നീ ബോട്ടാണോടാ? വാട്ട്? നോ, ഐ എം എ ടോപ്പ്. ബദ്രി ബോട്ടാണെന്നോ? അറിയൂ സീരിയസ്? അവൻ നിന്നെക്കിട്ട് മൂത്തതാ. മുക്കടന്നില്ലേ കാര്യത്തിന്. ചില ഇളയതിനും വീര്യം കൂടും. അറിയൂ അണ്ടർസ്റ്റാൻഡ്? ഓ ഗോഡ്, വൃത്തികെട്ടവൻ, നാണമനല്ലത്. ഹരി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്ത് പറയാനാടോ? എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബദ്രി. വേറെ ഏതൊരു ചെറുക്കനായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ എന്റെ മോന്റെ സന്തോഷം വീണ്ടും അവനിലേക്കാ പോകുന്നത്. നമുക്കൊന്നുകൂടി സംസാരിച്ചു നോക്കാം. ഇത് 2 കുടുംബങ്ങളുടെ കാര്യം കൂടിയാ. ഭദ്രയുടെയും തരുഷിന്റെ ജീവിതം മാത്രല്ലല്ലോ. ഒന്നും സംസാരിക്കണ്ട. തരുഷിന് അധികം പ്രഷർ കൊടുക്കണ്ട. നമുക്ക് നോക്കാം തരുഷും ബദ്രിയും മാക്സിമം കാണാതിരിപ്പിക്കാൻ. മീനാക്ഷി, എനിക്കൊന്നും പറയാനില്ല ശിവ. ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ പ്ലീസ്. എത്ര നാൾ ഒറ്റയ്ക്ക് ഇരിക്കാനാ? ആരോടൊന്നും മിണ്ടാതെ ഈ റൂമിൽ തന്നെ ചടഞ്ഞു കൂടിയിട്ട്. പിള്ളേരല്ലേ, തെറ്റ് പറ്റും. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നമ്മളല്ലാതെ പിന്നെ ആരാ അവരെ മനസ്സിലാക്കുന്നത്? നമ്മളാരും മാതാപിതാക്കളല്ലേ? എനിക്ക് സംസാരിക്കാൻ ഒരവസരം തരാതെ എങ്ങോട്ടാ ഓടി പോകുന്നത്? ബ്രോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് നിന്റെ അടുത്തൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈ പുറകിൽ നടക്കുന്ന പഴി നിർത്ത്. എനിക്കിതിനെ കാണുമ്പോൾ തന്നെ ഇറിറ്റേറ്റിംഗ് ആവുക ചെയ്യുന്നത്. തരു വിഷമിക്കണ്ട. അവൻ പറയുന്ന കണക്കാക്കൊന്നും വേണ്ട. അവന്റെ മനസ്സിലൊന്നുമില്ല. പുറത്തു കാണിക്കുന്ന ദേഷ്യമേ ഉള്ളൂ. തരു നന്നായിട്ട് അവന്റെ അടുത്ത് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരിക്കലും വിടണ്ട. ചെല്ല്. താങ്ക് യു സോ മച്ച് ബ്രോ. പിടിപ്പോയി അവിടെ നിക്ക്. എന്റെ പുറകെ വരരുതെന്ന് പറഞ്ഞു. പ്രിറ്റി ബോയ്, പ്ലീസ് നിക്കാൻ. എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എല്ലാത്തിനും ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്തിനാ? വായ്, പ്ലീസ് ലീവ് മീ അലോൺ. പറ്റില്ല. നിന്നെ വിട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല ഒരിക്കലും. പ്ലീസ് എന്നെ മനസ്സിലാക്കും. പ്ലീസ്, ഐ വാണ്ട് യു. ലീവ് മീ. വിട്. നീ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ നിന്റെ അടുത്ത് ചെയ്തത്? അതിന് ഞാൻ എന്ത് ചെയ്തെന്നോ? ഒന്നും ചെയ്തില്ലേ നീ? എന്റെ മുന്നിൽ എന്നെ കിടന്ന് അഭിനയിക്കുന്നില്ലേ? എന്ത്? ഞാൻ നിന്നെ വിട്ട് എന്റെ പഠനത്തിന് വേണ്ടി പോയതിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്. നിന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോ നീ എന്നെ വിളിച്ചതെന്നറിയില്ലേ? ഡാഡാന്ന്. അന്ന് എന്റെ അടുത്ത് പെരുമാറുന്ന എന്റെ തരു എവിടെയാ? ഇത് എന്റെ തരുവല്ല. നീ മറ്റാരാണ് നീ? എന്താ പ്രീതി പോയി? നമ്മൾ ആദ്യമായിട്ടല്ലേ ഹോട്ടലിൽ വെച്ച് കാണുന്നത്? ആദ്യമായിട്ട് കാണേ. എന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ഇതൊന്ന് ഓർത്ത് നോക്ക്. നിന്നെ ആദ്യമായിട്ട് കണ്ടതും എന്റെ വീട്ടിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്നതും എനിക്ക് എന്റെ കുടുംബത്തെ തന്നതും. നോ, എന്റെ തല. നിന്റെ ഡാഡി. ഇവർ രണ്ടുപേരും നിന്റെ ഡാഡി മമ്മി. ഞാൻ പോവാ എന്റെ ഡ്രീം, എന്റെ ഫ്യൂച്ചർ നോക്കി. തരു എന്താ പറ്റിയത്? എഴുന്നേക്ക് തരു. എന്റെ തരൂട്ടിന് ജീവിക്കാനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് നീ തന്നെ അവന്റെ ജീവൻ എടുക്കാൻ നോക്കുന്ന എന്തിനാ ബദ്രി? എനിക്ക് അറിയില്ലമ്മ അവൻ എന്താ സംഭവിച്ചെന്ന്. ഞാൻ ഒരിക്കലും അവനെ വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല. എനിക്ക് അതിന് കഴിയില്ല. അവൻ തല കറങ്ങി വീണതാ. എന്താ അവന് പറ്റിയത്? ഹരി, തരുവിന്റെ കണ്ടീഷനെ കുറിച്ച് ഭദ്രയ്ക്ക് അറിയില്ലല്ലോ. തരുവിനൊന്നും സംഭവിക്കില്ല. എന്താ കണ്ടീഷനെ കുറിച്ച് അറിയില്ലെന്നാ?
എന്താ എന്റെ തരുവിന് പറ്റിയത്? ആരെങ്കിലും ഒന്ന് പറയ് ബാലു. ഞാൻ പറയല്ല, നീ എന്റെ കൂടെ വാ. ഞാൻ എങ്ങോട്ട് വരുന്നില്ല, നിനക്കിപ്പോ പറഞ്ഞാലെന്താ? വാശി പിടിക്കില്ല ബദ്രി, എന്റെ കൂടെ വരാൻ. സിസ്റ്ററിനെ ഹാൾ ഡോക്ടർ വിളിക്കുന്നുണ്ട്. എന്നെ എന്തിന്? എല്ലാം സാവധാനത്തിൽ നിന്റെ അടുത്ത് പറയാന്നാ വിചാരിച്ചേ, ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു വിചാരിച്ചില്ലല്ലോ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ വീണ്ടും വീണ്ടും അവനെ വേദനിപ്പിച്ചുവിട്ടിരുന്നു. ഞാൻ കാരണപ്പോ അവന് ഈ അവസ്ഥ. ഭദ്രയിൽ നിന്ന് ഇന്ന് പ്ലെയിൻ ചെയ്യണ്ട, സംഭവിച്ചല്ലേ. അവന്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് വീണ്ടും അവന് ഇതുപോലെ സംഭവിച്ചു. അപ്പോഴേ ഡോക്ടർ പറഞ്ഞത്, അവന് നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ അത് അവന്റെ തലച്ചോറ് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് അവന്റെ ജീവന് തന്നെ അബദ്ധവും, അതുകൊണ്ട് ശ്രമിക്കരുതെന്നാ പറഞ്ഞു. അവന് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് തനിയാവണം. പക്ഷേ ഇതൊന്നും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. സാരില്ല ബദ്രി, നമുക്ക് ഡോക്ടറിനെ പറയുന്നത് നോക്കാനി. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുതെന്നുള്ളത്. എന്തോ ഭയം കൊണ്ട് ഇപ്പൊ ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. എന്തായാലും ബോധം വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതുവരെ കാത്തിരിക്കൂ. അവനിപ്പോ കുഴപ്പമില്ലെന്ന് അറിഞ്ഞില്ലേ? ഇനി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവന് എന്ത് മറുപടി കൊടുക്കും? അമ്മാവ, ബദ്രി, നീയായിട്ട് ഞങ്ങൾക്ക് തന്ന സൗഭാഗ്യ ഞങ്ങളുടെ മോൻ തരും. അവനെ ഞങ്ങളിൽ നിന്ന് അകറ്റരുത്. നീ പൊക്കോ. അവൻ കണ്ണു തുറന്ന് നിന്നെ അന്വേഷിച്ച മാത്രം നീ ഇങ്ങോട്ട് വന്നാ മതി, പ്ലീസ്. അവൻ കണ്ണടന്ന് എന്നെ അന്വേഷിക്കും, എനിക്ക് ഉറപ്പത്. അമ്മേ, എന്താ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരാഞ്ഞത്? നീ പോയി ഫ്രഷ് ആയിട്ട് വല്ലതും കഴിച്ചിട്ടേ ഹോസ്പിറ്റലിലേക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്. അവനെ കാണാൻ വരാൻ പോലും തോന്നുന്നില്ലേ? അത്ര വെറുപ്പും ദേഷ്യമായി അവനോട് അമ്മയ്ക്ക്. അമ്മയുടെ പൊന്നുമോനും തെറ്റ് ചെയ്തിട്ടുണ്ട് ബദ്രി. എന്റെ തരുവിനെ മാത്രം അമ്മ എന്തിനാ വെറുക്കുന്നത്? എന്താ അവന് ജീവനോടെ കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നാവുണ്ടെന്ന് കരുതി എന്ന് വിളിച്ച് പറയാനുള്ള ലൈസൻസ് ആക്കി എടുക്കരുത്. തരു എന്റെ മോനാടാ. നീ എങ്ങനെയാ, ഭദ്ര എങ്ങനെയാ, അതുപോലെ തന്നെ എനിക്ക് എന്റെ തരു. അവൻ ആദ്യം വിളിച്ചത് എന്നെ അമ്മന്ന്, അല്ലാതെ അഖിലേനല്ല. എന്റെ മടിയിൽ അവൻ ആദ്യമായിട്ട് കിടന്നുറങ്ങിയത്. എന്റെ കുട്ടിയടാ അവൻ. പറ്റുന്നില്ലടാ എനിക്ക് അവൻ ആ അവസ്ഥയിൽ കാണാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് വരാതിരിക്കുന്നത്. സോറി അമ്മ. ഹലോ, നീ ഇപ്പോഴും തരുമോന്റെ ഒപ്പം തന്നെ ഉണ്ടാവണേ. കണ്ണു തുറന്ന് അമ്മയെ വിളിച്ച് പറയണം. പറയാമ്മ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ പോയിട്ട്, എന്നിട്ട് ബദ്രീനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്താ സാറേ, ഉറക്കത്തിലാണോ? ഞാനങ്ങ് വന്നോട്ടെ. നീ എന്താ ഇവിടെ? എക്സ്ക്യൂസ് മീ ബ്രദർ, ഇത് എന്റെയും കൂടി വീടാ. ഞാൻ നിന്റെ ഫ്രണ്ട് കായിനെ കണ്ടിരുന്നു. നീ ഇവിടുന്ന് നാട് വിട്ടു പോകാനുള്ള കാരണം എന്തുകൊണ്ട് തരുന്ന് അകന്നു നിൽക്കുന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീ എന്നെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തായിരുന്നു. നിന്നെ കുറിച്ചുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല, കായെ കണ്ടപ്പോ ചോദിച്ചു എന്നുള്ളൊരു ക്യൂരിയോസിറ്റിക്ക്. മനസ്സിലുള്ള ആഗ്രഹം ഇതിനെ ഒളിപ്പിച്ചു വെക്കുന്നേ. ആർക്കും വേണ്ടി ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. എന്റെ മനസ്സിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളും ഇല്ല. ഞാൻ ഗേ അല്ല. അതിന് ഗേ എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര വലിയ കുഴപ്പം? രണ്ട് മനസ്സുകൾ ഒത്തുചേരുന്നതിന് പ്രണയം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. അത് ഒരാണായാലും ആണും പെണ്ണായാലും ആണായാലും എനിക്കൊരു വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. നീ നാട്ടുകാരും വീട്ടുകാരെയൊക്കെ പേടിച്ച് നിന്റെ ഇഷ്ടം മറച്ചു വെച്ച് ജീവിച്ചു. ജീവിതം ആസ്വദിച്ച് ജീവിക്കുക, അല്ലാതെ പേടിച്ച് ജീവിക്കാൻ നിൽക്കരുത്. എനിക്കിഷ്ടമാണെങ്കിൽ അവനോട് തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ ആ ചെറുപ്പിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. ഞാൻ പോണു. താൻ ഞങ്ങളെ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചല്ലോ. എന്താ തരുവത്? ഇനി ഇങ്ങനെ പോലെ ഒന്ന് ആവർത്തിക്കരുതട്ടോ. എപ്പോഴും കൂളായിട്ട് ഇരിക്കണം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. ടാബ്ലറ്റ്സ് ഞാൻ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഡോക്ടർ. അച്ഛനും കീർത്തനും അമ്മയൊക്കെ അവിടെ? അമ്മ വീട്ടിലുണ്ട്. നീ കണ്ണു തുറന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ചീത്ത പറയാൻ വേണ്ടി വരാന്ന്. കീർത്തന ഫ്രഷ് ആവാൻ വേണ്ടി വീട്ടിൽ പോയി. അച്ഛനെ അവളെ കൊണ്ടുപോയത്. ഡാഡാ, എനിക്ക് ഭദ്രയെ കാണണം, സംസാരിക്കണം. പ്ലീസ് ഡാഡാ, ഈ ഒരു പ്രാവശ്യം മാത്രം. ബാലു, ഭദ്രയോട് ഇവിടെ വരുന്നു വരാൻ പറഞ്ഞേക്ക്. അതിനെന്താ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. തരൂ ഡാഡാ, ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ ഇനി ഒരിക്കലും വരില്ലെന്ന്. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഐ എം സോറി തരൂ.
ഞാനല്ലേ സോറി പറയേണ്ടത്? മറന്നുപോയെന്ന് പറഞ്ഞ് ഈ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ചെയ്ത തെറ്റാ, ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ഐ എം സോറി. ക്ഷമിക്കാൻ പറ്റില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക സോറി. പിന്നെ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഈ ഒരു ജീവിതം തന്നതിന്, നല്ലൊരു ഫാമിലി തന്നതിന്. എന്നെ വിട്ട് എന്തിനാ പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എനിക്ക് തന്നെ. ഐ എം സോറി ഫോർ എവറിത്തിങ്. തനിക്കൊരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല ബദ്രി. റെസ്റ്റ് എടുക്ക് തരും. ഞാൻ പോകുന്നു. ബദ്രി എല്ലാം തുറന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. അവന് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലേ? പതിയെ എല്ലാം തുറന്നു പറയാം. തരുട്ട ബദ്രിയോട് സംസാരിച്ചോ? ഡാടാ എന്താടാ കരയുന്ന മോനെ? എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. വേണ്ട, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. നീ ഞങ്ങളുടെ മോനാ. ഡാഡ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഡാഡയ്ക്ക് ചോദിക്കാനുള്ളത്? മോൻ്റെ ഈ വയ്യായിക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു യാത്ര പോവാം. മോനും അമ്മയും ഡാഡിയും മാത്രം ഈ ലോകത്തിൻ്റെ അവസാനം വരയ്ക്ക്. എവിടെയാണോ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് അവിടുന്ന് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. അമ്മയും ഡാഡിയും മോനും മാത്രമുള്ളൊരു ജീവിതം. സമ്മതാണോ മോന്? അതിനെന്താ ഡാഡ, 100 വട്ടം സമ്മതം എനിക്ക്. സോറി പത്രി. എന്താ ഹരി നീ പറയുന്ന? ആരോടൊന്നും പറയാതെ നീ എന്തിനെങ്ങനെ ഒരു തീരുമാനം എടുത്തേ? തരുട്ടിനെ കാണാതെ ഞങ്ങൾ എങ്ങനെയാടാ? ഹരി, ഇത് ശരിയാവില്ല. എന്റെ മോനെ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. തരുവിനെ കാണാണെങ്കിൽ മീനു നിങ്ങൾക്ക് അങ്ങോട്ട് വന്നോടെ, ഇല്ലെങ്കിൽ പറഞ്ഞ മതി, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചതാ. തരുവിന്റെ ജീവിതത്തിന് അതാ നല്ലത്. ഞാൻ സമ്മതിക്കില്ല തരുവിനെ കൊണ്ടുപോവാൻ. എന്നിൽ നിന്ന് അവനെ ഇനി അകറ്റാന്ന് വിചാരിക്കണ്ട. തരുവിനെ ഞങ്ങളായിട്ട് നിന്നിൽ നിന്ന് അകറ്റിയതല്ലോ, നീയായിട്ട് അകന്നു പോയതല്ലേ. നിനക്ക് ഞങ്ങളുടെ മോനെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നീ പറയുന്നത്? എനിക്ക് അവനെ ഇഷ്ടം, ഒരുപാട് ഇഷ്ടം എനിക്ക് അവനെ. ഇനി അവനിൽ നിന്ന് അകന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ നേരിട്ട് വന്ന് കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ നിനക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. ഞാൻ അമ്മയുടെ അടുത്ത് നിന്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. എന്റെ പൊടിക്കുപ്പിയും ഇതിനാണ് ഇരിക്കുന്നത്. എനിക്ക് ഡൗട്ടാവുന്നു. പണ്ടത്തെ കണ്ണാടിയൊക്കെ പോയി ഹാൻഡ്സം ചെക്കനായി. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ നിന്നെ കാണുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. നീ വന്നതിന് എന്തായാലും നന്ദി. നിനക്ക് സുഖമല്ലേടാ? ഒന്ന് പോടാ, സുഖമായിട്ട് ജീവിക്കുന്നടാ. ഇവിടുത്തെ ഡാഡയുടെ എല്ലാ കാരുണ്യവും കൊണ്ട്. അല്ലെങ്കിൽ നമ്മളും നമ്മുടെ പോലുള്ള മറ്റുള്ള കുട്ടികളും എന്നേ ജീവിതം അവസാനിപ്പിച്ചേനെ. അമ്മമാരെ കയ്യിൽ കിടന്ന് തീരാനായിരുന്നു നമ്മുടെ വിധി. ഇവര് വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നടാ. അവന്മാരെ അറസ്റ്റിലാവുകയും ചെയ്തല്ലേ, അങ്ങനെ തന്നെ വേണം. പഴയ കാര്യങ്ങൾ വിടടാ, അത് ആലോചിച്ചിട്ട് എന്തിനാ? ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ലേ? ഹാപ്പിയാടാ, നിന്നെ കണ്ടപ്പോ കൂടുതൽ ഹാപ്പിയായി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല, ഒരു കാര്യം പറയാനും കൂടിയാ വന്നത്. നമ്മുടെ ചെറുപ്പത്തിൽ പറയാറില്ലേ, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് വേണം എന്നുള്ളത്. ഹാപ്പി, ഞാൻ വന്നല്ലോ. തരൂ. എന്റെ കാതിനും കണ്ണിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തരൂ. തരൂ, എന്തായി നടക്കുന്നത് ഇവിടെ? ആ, എന്റെ ഇല്യൂഷനാണോ? എനിക്കറിഞ്ഞൂടെ എന്താ നടക്കുന്നത്. ബദ്രി, എന്താ ഇതൊക്കെ? ഹായ് മിഥുൻ, ഞാൻ ബദ്രിനാഥ്. ആ, ബദ്രിനാഥ്. ഓ സോറി, എനിക്ക് ഓർമ്മ കിട്ടിയില്ല. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് ആളെ കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ തരീഷിന്റെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ. ഞാൻ താഴെ വന്നപ്പോൾ തന്നെ അമ്മായി പറഞ്ഞിട്ട് വിരുന്നാരും ഉണ്ടെന്നുള്ളത്. ആരാന്ന് പേര് പറഞ്ഞപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ പോവുള്ളൂ. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അയ്യോ, ഭക്ഷണം കഴിക്കാനൊന്നും ഞാൻ നിൽക്കില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ തരുണിനെ കാണാൻ വേണ്ടി വന്നതാ. ബദ്രിനെ കണ്ടതിലും സന്തോഷം. എന്തായാലും ഞാൻ ഇറക്കട്ടെ, പിന്നെ ഒരു ദിവസം വരാം. കുറച്ച് തിരക്കുണ്ട്. ബൈ. ആ ഹലോ, ആ ഞാൻ വരുന്നതാണ്. എക്സ്ക്യൂസ് മീ, ഞാൻ അറിയാതെ എനിക്കിപ്പോഴും ഹസ്ബൻഡ് ഉണ്ടായി. വാട്ട് ഈസ് ദ മാറ്റർ? എന്നെ അടിക്കുന്ന ചീത്ത പറയാൻ നോക്കുന്ന നിന്റെ ഡിസിഷനോ? എന്തായാലും ഞാൻ സ്വീകരിക്കും. ഐ റിയലി ലവ് യു. എനിക്ക് മുന്നേ തന്നെ നിന്നെ ഇഷ്ടമായിരുന്നു. എൻ്റെ ഇഷ്ടം നിന്നോട് പറയാതിരിക്കാനും എൻ്റെ മനസ്സിൽ നീ എൻ്റെ ബ്രദറാണെന്നും ഞാനൊരു ബോയിനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളൊക്കെ വിചാരം കൊണ്ടാണ് നിന്നിൽ നിന്ന് ഞാൻ അങ്ങ് ദൂരേക്ക് പോയത്.
പക്ഷെ ഞാൻ പോയതിനു ശേഷം നീ ഒരുപാട് അനുഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നിൽ നിന്ന് അകന്നു പോയിട്ട് എനിക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് നിനക്ക് വേണ്ടി തന്നെ ഞാൻ നാട്ടിൽ വന്നത്, അകലെ നിന്നെങ്കിലും കാണാൻ വേണ്ടി. പക്ഷെ ഡെസ്റ്റിനി അത് വീണ്ടും നമ്മൾ ഒന്നിപ്പിച്ചു. ഞാൻ ആരാണെന്ന് പോലും അറിയാതെ വീണ്ടും നീയായിട്ട് ഞാൻ അടുത്തു. ഐ റിയലി ലവ് യു. എനിക്ക് നിന്നെ വിട്ടു പിരിയാൻ പറ്റില്ല. ഞാനിതെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇനി ഒരിക്കലും ഇതുപോലത്തെ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. നിന്നെ വിട്ട് ദൂരേക്ക് ഞാൻ പോവാനില്ല. എന്നെ സ്വീകരിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണെന്നോ? ഇതിനു വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നായിരുന്നത്. അമ്മയും ഡാഡിയും അമ്മയൊന്നും സമ്മതിക്കാതെ അവർക്ക് സമ്മതിച്ചല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എനിക്ക് അവനെ ഇഷ്ടാ, ഒരുപാട് ഇഷ്ടാ. ഇഷ്ടാണെന്നോ? ഇഷ്ടമുള്ളവരെ വേദനിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അറിഞ്ഞുകൊണ്ടല്ല മാമ, പറ്റിപ്പോയി. അതും പറഞ്ഞ് എന്നെ ഇങ്ങനെ അവനിൽ നിന്ന് അകറ്റരുത്. ഞാൻ ഇനി ഇതുപോലെ ആവർത്തിക്കത്തില്ല. അവനെയും കൊണ്ട് എങ്ങോട്ട് പോകരുത്. അതൊക്കെ കൊണ്ടുപോയി ഞാൻ പിന്നാലെ വരും. അവൻ എവിടെ പോയാലും ഞാൻ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഞങ്ങളെങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങളെവിടെ പോയാലും നീ പിന്നാലെ ചെയ്താൻ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എന്റെ മോനോട് ഞാൻ പോണ്ട കാര്യം ചോദിച്ചപ്പോൾ അവൻ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടാ 100 വട്ടം സമ്മതം എന്ന് പറഞ്ഞത്. പക്ഷെ ആ പുഞ്ചിരിക്കുള്ളിലും അവൻ വിങ്ങായിരുന്നു. അവന്റെ കണ്ണുകൾ എനിക്കത് കാട്ടിത്തന്നു. നിന്നെ അവന് ഒരുപാട് ഇഷ്ടാ. നിങ്ങളെ പിരിക്കാൻ ഞാനാളല്ലേ? മാമ, ഐ ലവ് യു. ഞാനിപ്പോ കരഞ്ഞേനെ. അമ്മ, അച്ഛ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ സന്തോഷമല്ലേ മക്കളെ ഞങ്ങൾക്ക് വലുത്, അല്ലേ മീനോ? നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളല്ലേ. നിങ്ങൾ സന്തോഷിച്ചാലല്ലേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. നീ വേദനിച്ചാലും എൻ്റെ തരുമോനെ നീ വേദനിപ്പിക്കരുത്. അവനെനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റാ. പാവം എൻ്റെ കുഞ്ഞ്. പോയി അവൻ്റെ അടുത്ത് എല്ലാം പറയട ചെറുക്കാ. ഇവിടെ ഓടാതെ ഞാനും ഉണ്ട്. ഏയ് ഗൈസ്, ഞാൻ ആ സുന്ദരമായ നിമിഷം കണ്ടിട്ട് വരാം. പിന്നെ വരുമ്പോ ഞാൻ എന്റെ ലവും കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരുന്നുണ്ടേ. ബൈ. ഈ പിള്ളേരൊരു കാര്യം. ഡാഡ ഈ ഉദ്ദേശത്തിലാണ് എന്നോട് പോകേണ്ട കാര്യം പറഞ്ഞേ. എന്നിട്ട് ഡാഡ വന്നില്ലേ? ഇപ്പൊ നിനക്ക് ഡാഡയുടെ ആണോ ആവശ്യം, അത് എന്റെ ആണോ? ഡാഡ വന്നോളൂ. ഇനി ഇവിടെ നിൽക്കാതെ നമുക്ക് സ്ഥലം വിട്ടാലോ? ഇനി എത്ര നല്ല കാര്യങ്ങളാവില്ല ഇവിടെ നടക്കുന്നത്. കുറച്ചേരം കൂടെ നിൽക്കാം. എന്താ നടക്കുന്നതെന്ന് അറിയാലോ. ഇവിടെ എന്താ നടക്കുന്നത് നിനക്ക് ഞാൻ ലൈവായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇന്ന് വാ എന്നെ ഇവിടുന്ന്. ഈ പിള്ളേർക്ക് ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തോടെ? റൂമിന്റെ വാതിൽ തുറന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്.